ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ വീട്ടിലെ 2 യുവമിഥുനങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. ആക്ച്വലി വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നലെ ആയിരുന്നു. ചാച്ചി ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പരിപാടി ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഇന്നലെ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഭവിക്കും എന്നുള്ള യാതൊരു ക്ലൂവും 2 എണ്ണത്തിനും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചുളുവിനൊരു സർപ്രൈസ് സെറ്റായി കിട്ടിയില്ലേ. അത് മാത്രമല്ല, ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ആനിവേഴ്സറി ഡേ അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം കേക്കിന്റെ ടേസ്റ്റ് ആണ് ഗീസ്. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. കായംകുളം ബ്രൂഫിയെന്നാണ് നമ്മൾ ഇപ്രാവശ്യം കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പർ. പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഉള്ള ഗിഫ്റ്റ് വിതരണം കാശിക്കൊണ്ട് ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാ ഗിഫ്റ്റും അവൻ ഒന്നിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിപാടി അവൻ തന്നെ അങ്ങ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം ആനിവേഴ്സറിക്ക് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ തന്നെയാണ്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്രാവശ്യം നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തായി ഫുഡ് കഴിക്കുന്നതൊന്നും ചാച്ചിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ പൊക്കിയെടുത്തുകൊണ്ടെന്നാണ് കേട്ടോ. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ജിമ്മിൽ നിന്ന് വന്നപ്പോഴേ വിശന്ന് പൊരിഞ്ഞൊരു വഴിയായിട്ടാണ് ഗേസ് ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. വല്ലരോടും മിണ്ടാൻ പറ്റുമോ, നമുക്ക് പരിപാടികളൊക്കെ കഴിയണ്ടേ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മുതലാക്കി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അടിപൊളിയാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.